ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് മോഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മോഡ്യൂൾ 5 പഠിക്കാനുള്ളത് ടൈമർ പ്രോഗ്രാമിംഗ്, ഇൻട്രപ്റ്റ്സ് ആൻഡ് ഇൻട്രപ്റ്റ് റിലേറ്റഡ് പ്രോഗ്രാമിംഗ്, ദെൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് പ്രോഗ്രാമിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമുക്ക് ടൈമർ പ്രോഗ്രാമിംഗ് നോക്കാം. 8051 ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ 2 ടൈമർ ബാർ കൗണ്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ടൈമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ജനറേറ്റ് എ ടൈം ഡിലേ. കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ടു കൗണ്ട് ഇവൻറ്റ്സ് ഹാപ്പനിങ് ഔട്ട്സൈഡ് ദ മൈക്രോ കൺട്രോളർ. 2 ടൈമേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈമർ 0 ആൻഡ് ടൈമർ 1. രണ്ടും 16-ബിറ്റ് ടൈമേഴ്സ് ആണ്. ദെൻ 8051 ജനറലി 8-ബിറ്റ് ആർക്കിടെക്ചർ ആണ്. ഇപ്പോൾ ടൈമർ 0 ടൈമർ 1 റെപ്രസെൻറ്റ് ചെയ്യുക 2 8-ബിറ്റ് രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ടൈമർ 0 എന്ന് പറയുന്നത് TL0 TH0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ലോ ഓർഡർ വാല്യൂ TL0യിലും ഹൈ ഓർഡർ വാല്യൂ TH0യിലും ആയിരിക്കും ഫോർ ടൈമർ 0. അതേപോലെ ടൈമർ 1നും ഉണ്ട് TL1 ആൻഡ് TH1. ഇപ്പോൾ ടൈമർ 0യും ടൈമർ 1ഉം 16 ബിറ്റ്സ് വൈഡാണ്. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. ടൈമർ 0 ആൻഡ് ടൈമർ 1 രജിസ്റ്റേഴ്സ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, ടൈമർ 0 എന്ന് പറയുന്നത് 2 8-ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്, TL0 ആൻഡ് TH0. ടൈമർ 1 എന്ന് പറയുന്നത് TL1 ആൻഡ് TH1. ഇപ്പോൾ TL0ലോട്ട് ഒരു 8-ബിറ്റ് നമ്പർ നമുക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. മൂവ് TL0, #4F ഹെക്സ്. ഇപ്പോൾ 4F എന്ന് പറയുന്ന വാല്യൂ TL0ലോട്ട് ലോഡ് ചെയ്യും. അതേപോലെ TH0ലോട്ട് വാല്യൂ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. മൂവ് TH0, #1 8-ബിറ്റ് നമ്പർ. ഇപ്പോൾ 16-ബിറ്റ് വാല്യൂ ലോഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് TL0ലോട്ട് ലോഡ് ചെയ്യും, ദെൻ TH0ലോട്ട് ലോഡ് ചെയ്യും. അതേപോലെ ടൈമർ 1നും ഇതേപോലുള്ള ഇൻസ്ട്രക്ഷൻസ് വാലിഡ് ആണ്. അപ്പോൾ ടൈമർ 1 ആണെന്നുണ്ടെങ്കിൽ TL1 ആൻഡ് TH1 യൂസ് ചെയ്യാം. TH0യിലുള്ള കണ്ടൻറ്റ് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ R5ലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. മൂവ് R5, TH0. മീനിങ് ഇതാണ്, കണ്ടൻറ്റ് ഓഫ് TH0 വിൽ ബി മൂവ് ടു ദ രജിസ്റ്റർ R5. അതേപോലെ ടൈമർ റിലേറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ആണ് TCON ആൻഡ് TMOD. ടൈമർ കൺട്രോൾ ആൻഡ് ടൈമർ മോഡ് സെലക്ഷൻ രജിസ്റ്റേഴ്സ് ആണ്. 2 രജിസ്റ്റേഴ്സും 8-ബിറ്റ് വൈഡ് ആണ്. ഫസ്റ്റ് TCON രജിസ്റ്റർ നോക്കാം. TCON രജിസ്റ്ററിൽ ടൈമർ ഫ്ലാഗ്സ് ഉണ്ട്. ഫോർ ടൈമർ 0 TF0, ഫോർ ടൈമർ 1 TF1. ഈ ടൈമർ ഫ്ലാഗ്സ് എന്തിനാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ടൈമറിൽ ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുകയാണ് നിങ്ങൾ. ഫോർ എക്സാമ്പിൾ 16-ബിറ്റ് ടൈമറായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടേക്ക് ഇനിഷ്യൽ വാല്യൂ ആ 0000 ഹെക്സ്. ഓക്കെ, അപ്പോൾ ഓരോ ക്ലോക്ക് പൾസിലും അത് ഇൻക്രിമെൻ്റ് ആവും. അതായത് 0001 ആവും, നെക്സ്റ്റ് ക്ലോക്കിൽ 0002 ആവും, സോ ഓൺ. അപ്പോൾ മാക്സിമം റീച്ച് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് FF ഹെക്സ് ആണ്. മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ അത് റീസെറ്റ് ആവും, റീസെറ്റ് ടു 0. ആ സമയത്ത് ഈ ഒരു ടൈമർ ഫ്ലാഗ് സെറ്റ് ആവും. അപ്പോൾ മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ഈ ഒരു ടൈമർ ഫ്ലാഗ് സെറ്റ് ആവും. ഫോർ ടൈമർ 0 TF0, ഫോർ ടൈമർ 1 TF1. അതേപോലെ നിങ്ങളൊരു 8-ബിറ്റ് ടൈമറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ടൈമർ മോഡിൽ നോക്കാം. 8-ബിറ്റ് ടൈമറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 00 തൊട്ട് FF വരെയാണ് മാക്സിമം കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ 8-ബിറ്റ് ടൈമർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ടു 0. ആ സമയത്ത് ടൈമർ ഫ്ലാഗ് സെറ്റ് ആവും. ഓക്കെ, ദെൻ TR0 ആൻഡ് TR1 ബിറ്റ്സ് ടൈമറിനെ റൺ ചെയ്യാനുള്ള ബിറ്റ്സ് ആണത്. അതായത് ഫോർ എക്സാമ്പിൾ TR1 1 ആക്കി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടൈമർ 1 റൺ ചെയ്ത് തുടങ്ങും. ഇനി TR0 1 ആക്കി കഴിഞ്ഞാൽ ടൈമർ 0 റൺ ചെയ്ത് തുടങ്ങും. കറസ്പോണ്ടിങ് ബിറ്റ്സ് 0 ആക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സ്റ്റോപ്പ് ആവും, 2 ടൈമേഴ്സും സ്റ്റോപ്പ് ആവും. അപ്പോൾ ടൈമറിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു TRX പിൻ യൂസ് ചെയ്യുന്നത്. ദെൻ IE0 ആൻഡ് IE1 എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം INT0 ആൻഡ് INT1 പിൻസ് ഉണ്ട്, എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് പിൻസ് ആണ്. INT0 ഹൈ ആയി കഴിഞ്ഞാൽ IE0 എന്ന് പറയുന്ന ബിറ്റ് 1 ആവും. എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ INT1 ഹൈ ആയി കഴിഞ്ഞാൽ IE1 ബിറ്റ് ഹൈ ആവും.
നെക്സ്റ്റ് ടി മോഡ് രജിസ്റ്റർ. ഇതും ഒരു 8-ബിറ്റ് രജിസ്റ്റർ ആണ്. അതിൽ ലോ 4 ബിറ്റ്സ് എന്ന് പറയുന്ന ഫോർ ടൈമർ 0 ആൻഡ് അപ്പർ 4 ബിറ്റ്സ് ഫോർ ടൈമർ 1. ഒരു സ്ട്രക്ചർ നോക്കുക. ഓരോ ബിറ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. M1 M0 മോഡ് സെലക്ഷൻ ബിറ്റ്സ് ആണ്. ടൈമർ 0ക്കും ടൈമർ 1നും 4 മോഡ്സ് അവൈലബിൾ ആണ്. മോഡ് 0, മോഡ് 1, മോഡ് 2 ആൻഡ് മോഡ് 3. ഓരോ മോഡും പ്രോഗ്രാമിന് സെറ്റ് ചെയ്യാം യൂസിങ് ദിസ് ബിറ്റ്സ് M1 ആൻഡ് M0. M1 M0 00 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ടൈമർ വിൽ ആക്ട് ആസ് 13-ബിറ്റ് ടൈമർ. ഓക്കെ, 01 ആണെന്നുണ്ടെങ്കിൽ അത് 16-ബിറ്റ് ടൈമർ മോഡിലാണ് വർക്ക് ചെയ്യുക. 10 ആണെന്നുണ്ടെങ്കിൽ 8-ബിറ്റ് ഓട്ടോ റീലോഡ് മോഡായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ പറയാം. 11 ആണെന്നുണ്ടെങ്കിൽ അത് മോഡ് 3 ആണ്. സ്പ്ലിറ്റ് ടൈമർ മോഡിൽ വർക്ക് ചെയ്യും. 16-ബിറ്റ് ടൈമറായിട്ട് വർക്ക് ചെയ്യാം, അത് മോഡ് 1 ആണ്. 13-ബിറ്റ് ടൈമറായിട്ട് വർക്ക് ചെയ്യാം, മോഡ് 0. ഓട്ടോ റീലോഡ് മോഡുണ്ട്, അത് മോഡ് 2 ആണ്. ദെൻ 16-ബിറ്റ് ടൈമർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് 2 ടൈമേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ദറ്റ് ഈസ് സ്പ്ലിറ്റ് ടൈമർ മോഡ്, അത് മോഡ് 3 ആണ്. കോമൺലി പ്രോഗ്രാമേഴ്സ് സെലക്ട് ചെയ്യുന്നത് മോഡ് 1 ആൻഡ് മോഡ് 2 ആണ്. മോഡ് 1 ആൻഡ് മോഡ് 2 പ്രോഗ്രാമിംഗ് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ദെൻ C⁻T ആ ഒരു ബിറ്റ് എന്ന് പറയുന്നത് കൗണ്ടർ അല്ലെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറസ്പോണ്ടിങ് ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ അത് ടൈമറായിട്ട് ആക്ട് ചെയ്യും. C⁻T 1 ആണെന്നുണ്ടെങ്കിൽ അത് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ് ഗേറ്റ് കൺട്രോൾ ബിറ്റ്സ് നോക്കാം. ടൈമർ 0നും ടൈമർ 1നും ഗേറ്റ് കൺട്രോൾ ബിറ്റ്സ് ഉണ്ട്. ഗേറ്റ് കൺട്രോൾ ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ടൈമർ റൺ ചെയ്യാൻ വേണ്ടി TRX പിൻ, അതായത് ടൈമർ കൺട്രോൾ രജിസ്റ്ററിലെ ടൈമർ റൺ ബിറ്റ്സ് സെറ്റ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോഫ്റ്റ്വെയർ വഴി TR0 അല്ലെങ്കിൽ TR1 ത്രൂ ദ കമാൻഡ്സ് സെറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ടൈമർ റൺ ചെയ്യിക്കാം. ദെൻ ഗേറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ടൈമറിനെ റൺ ചെയ്യിക്കാൻ ടൈമർ റൺ ബിറ്റ് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റിൻ്റെ സ്റ്റേറ്റസ് കൂടി നോക്കിയിട്ടാണ് കറസ്പോണ്ടിങ് ടൈമർ റൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ടൈമർ 1ലെ ഗേറ്റ് ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ INT1 പിൻ, അതായത് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് പിൻ ഹൈ ആയിരിക്കണം. അതേപോലെ തന്നെ ടൈമർ റൺ 1 TR1 ബിറ്റ് കൂടി ഹൈ ആയിരിക്കണം. ഇപ്പോൾ 2 സ്റ്റേറ്റസും ചെക്ക് ചെയ്തിട്ടാണ് ടൈമർ റൺ ചെയ്യുക. ഗേറ്റ് 0 ആയിരുന്നുണ്ടെങ്കിൽ ത്രൂ കമാൻഡ്സ് മാത്രം നോക്കിയാൽ മതി. TR1 അല്ലെങ്കിൽ TR0 സെറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ടൈമറിനെ നമുക്ക് റൺ ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ മോഡ് സെലക്ട് ചെയ്യാൻ ടി മോഡ് രജിസ്റ്ററിലോട്ട് കറസ്പോണ്ടിങ് വാല്യൂ പ്രോഗ്രാമർ പാസ് ചെയ്യണം. വാല്യൂ പാസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് മൂവ് ഇൻസ്ട്രക്ഷൻ. എക്സാമ്പിൾസ് നോക്കാം. മൂവ് TMOD, #01hex. 01 എന്ന് 8-ബിറ്റിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. TMODൻ്റെ സ്ട്രക്ചർ കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡ് 1 ഓഫ് ടൈമർ 0 ഈസ് സെലക്റ്റഡ്. മോഡ് സെലക്ഷൻ ബിറ്റ്സ് അവിടെ നോക്കുക, 01 ആണ്. അപ്പോൾ മോഡ് 1 ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, മൂവ് TMOD, #20hex. 20hex കറസ്പോണ്ടിങ് ബൈനറി ഇങ്ങനെയാണ്. TMOD സ്ട്രക്ചർ നോക്കുമ്പോൾ മോഡ് 2 ഓഫ് ടൈമർ 1 ഈസ് സെലക്റ്റഡ്. അനദർ എക്സാമ്പിൾ, മൂവ് TMOD, #12hex. 12hexൻ്റെ ബൈനറിയാണ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുക, മോഡ് 2 ഓഫ് ടൈമർ 0 ഈസ് സെലക്റ്റഡ്. മോഡ് 1 ഓഫ് ടൈമർ 1 ഈസ് ഓൾസോ സെലക്റ്റഡ്. ദെൻ ടൈമേഴ്സ് ക്ലോക്ക് ഫ്രീക്വൻസി ചെക്ക് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 8051 ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഇൻറ്റേർണലി ഡിവൈഡ് ബൈ 12, അതിനുശേഷമാണ് ടൈമറിന് കൊടുക്കുന്നത്. ബിക്കോസ് 1 മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് 12 T സ്റ്റേറ്റ്സ് ആണ്. ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 11.0529 MHz. അത് ഇൻറ്റേർണലി ഡിവൈഡ് ബൈ 12, അതായത് 921.6 MHz. അതാണ് ടൈമർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈം പീരിയഡ് എന്ന് പറയുമ്പോൾ 1 ബൈ ഫ്രീക്വൻസി, ദാറ്റ് വിൽ ബി അറൗണ്ട് 1.085 മൈക്രോസെക്കൻഡ്. സോ ടൈമർ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 12 ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്? ബിക്കോസ് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ
ആക്യുറേറ്റ് ആയിട്ടുള്ള ബോഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോഡ് 1 പ്രോഗ്രാമിംഗ് നോക്കാം. മോഡ് 1 എന്ന് പറയുമ്പോൾ 16-bit ടൈമറായിട്ട് അത് ആക്ട് ചെയ്യും. 16-bit ടൈമർ എന്ന് പറയുമ്പോൾ 0000 തൊട്ട് FF വരെ അത് കൗണ്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈമർ രജിസ്റ്ററിലോട്ട് ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 16-bit രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ടൈമർ 0 ആണെന്നുണ്ടെങ്കിൽ TL0 TH0 ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. സോ TH ആൻഡ് TL രജിസ്റ്ററിലോട്ട് ടൈമറിൻ്റെ ഇനിഷ്യൽ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമറിനെ ഇനി റൺ ചെയ്യിക്കണം. ടൈമറിനെ റൺ ചെയ്യിക്കാൻ എന്ത് ചെയ്യണം? ഗേറ്റ് ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടൈമർ റൺ ബിറ്റ് സെറ്റ് ചെയ്യുക. TR0 ടൈമർ 0യുടെ ടൈമർ റൺ ബിറ്റാണ് TR0. അപ്പോൾ ടൈമർ 0 റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ബിറ്റ് ഇൻസ്ട്രക്ഷൻ SETB TR0 എന്ന് കൊടുക്കുക. ടൈമർ 0 സ്റ്റാർട്ട് ചെയ്യും. ഇനി ടൈമർ 1 ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതെങ്കിൽ സെറ്റ് ബിറ്റ് TR1 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടാണ് ടൈമറിനെ റൺ ചെയ്യിക്കുക. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. ടൈമറിൻ്റെ ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുന്നത് TH ആൻഡ് TL രജിസ്റ്ററിലാണ്. കൺസിഡർ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ ഇപ്പോൾ 0000 ആണ്. ഓക്കെ, ദെൻ അവിടെ ടൈമറിൻ്റെ ക്ലോക്ക് കണ്ടോ? ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 12 ആണ്. ആ ഒരു ക്ലോക്കാണ് ടൈമർ ക്ലോക്ക് എന്ന് പറയുന്നത്. ദെൻ ടൈമർ റൺ ബിറ്റ് 1 ആക്കുമ്പോൾ കറസ്പോണ്ടിങ് ഇനിഷ്യൽ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ടൈമർ 0 ആണ് റൺ ചെയ്യാനുള്ളതെങ്കിൽ TR0 ബിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ 0000 തൊട്ട് FF ഹെക്സ് വരെ മാക്സിമം വാല്യൂ ഉണ്ട്. FF എത്തിക്കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ എത്തി. നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ അത് റോൾ ഓവർ ടു 0. ആ ടൈമിൽ ടൈമർ ഫ്ലാഗ് സെറ്റാവും. റോൾ ഓവർ നടന്നു എന്ന് കാണിക്കാൻ ടൈമർ ഫ്ലാഗ് സെറ്റാവും. ടൈമർ 0 ആണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ TF0 ബിറ്റ് വിൽ ബി സെറ്റ് ടു 1. റോൾ ഓവർ നടന്നു എന്ന് കാണിക്കാനാണ് അവിടെ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവുന്നത്. ടൈമർ ഓവർഫ്ലോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യാം. ടൈമറിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് TR ബിറ്റ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? TR ബിറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ചെയ്താൽ മതി. ഇപ്പോൾ CLR TR0 അല്ലെങ്കിൽ CLR TR1 യൂസ് ചെയ്യാം. CLR TR0 എന്ന് പറയുന്നത് ടൈമർ 0 സ്റ്റോപ്പ് ചെയ്യാനാണ്. CLR TR1 എന്ന് പറയുന്നത് ടൈമർ 1 സ്റ്റോപ്പ് ചെയ്യാനാണ്. ദെൻ ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈമറിനെ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ TH ആൻഡ് TL രജിസ്റ്ററിലോട്ട് വീണ്ടും ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യുക. ദെൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റായി കഴിഞ്ഞാൽ, അതായത് TF ഫ്ലാഗ് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം വൈസ് അത് ക്ലിയർ ചെയ്തിരിക്കണം. ഇപ്പോൾ TF0 അല്ലെങ്കിൽ TF1 ബിറ്റ് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യാൻ CLR ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തവണ ടൈമർ ഫ്ലാഗ് സെറ്റായി കഴിഞ്ഞാൽ നമ്മളത് ആ സ്റ്റേറ്റസ് റീഡ് ചെയ്തതിന് ശേഷം അത് ക്ലിയർ ചെയ്യണം. പ്രോഗ്രാമിംഗ് സ്റ്റെപ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ചോദിക്കാം മോഡ് 1 അല്ലെങ്കിൽ മോഡ് 2 പ്രോഗ്രാമിംഗ് സ്റ്റെപ്സ് ചോദിക്കാം. പ്രോഗ്രാംസ് ഉണ്ടാകും, അതേപോലെ പ്രോഗ്രാമിംഗ് സ്റ്റെപ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഡിലേ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് സ്റ്റെപ്സ് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ടൈമർ മോഡ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ മോഡ് 1 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ T മോഡ് രജിസ്റ്ററിലോട്ട് പാസ് ചെയ്യണം. ടൈമർ 0 ആവാം, ടൈമർ 1 ആകാം, അതുകൂടി നിങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ പാസ് ചെയ്യാം. ഇനിഷ്യൽ വാല്യൂ പാസ് ചെയ്യുന്നത് TL ആൻഡ് TH രജിസ്റ്റേഴ്സിലോട്ടാണ്. ഇനിഷ്യൽ വാല്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? സെറ്റ് ബിറ്റ് TR ബിറ്റ്. ടൈമർ റൺ ബിറ്റ് ഉണ്ട്. ഫോർ ടൈമർ 0 TR0, ഫോർ ടൈമർ 1 TR1. അപ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഇനിഷ്യൽ വാല്യൂ ഒന്ന് ഓരോരോ വാല്യൂ ആയിട്ട് അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ദെൻ മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ റോൾസ് ഓവർ ടു 0. ആ സമയത്ത് ടൈമർ ഫ്ലാഗ് സെറ്റാവും. അപ്പോൾ ടൈമർ ഫ്ലാഗ് നമ്മൾ മോണിറ്റർ ചെയ്യണം, അതിൻ്റെ സ്റ്റേറ്റസ് നോക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് JNB. അതിൻ്റെ മീനിങ് ഇതാണ്: ടൈമർ ഫ്ലാഗ് ബിറ്റ് സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് അഡ്രസ്സിൽ തന്നെ നിൽക്കുന്നു. ഒരു ടാർഗറ്റ് അഡ്രസ്സ് കൊടുത്തിരിക്കും, അത് ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് തന്നെയായിരിക്കും.
അപ്പോൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ദെൻ എപ്പോഴാണോ ടൈമർ ഫ്ലാഗ് സെറ്റ് ആവുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷൻ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. ദെൻ വി ക്യാൻ സ്റ്റോപ്പ് ദ ടൈമർ. ടൈമർ റൺ ബിറ്റ് ക്ലിയർ ചെയ്താൽ മതി, ടൈമർ സ്റ്റോപ്പ് ആവും. ടൈമർ ഫ്ലാഗ് ഒരു തവണ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ റോൾസ് ഓവർ നടക്കുമ്പോഴാണ് ടൈമർ ഫ്ലാഗ് സെറ്റ് ആവുന്നത്. നമ്മൾ പ്രോഗ്രാം വൈസ് റീസെറ്റ് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ CLR TF ബിറ്റ് കൊടുക്കാം, ക്ലിയർ ചെയ്യുക. ദെൻ ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, TH ആൻഡ് TL രജിസ്റ്ററിലോട്ട് ഇനിഷ്യൽ വാല്യൂ വീണ്ടും സെറ്റ് ചെയ്യുക. അതായത് ഗോ ബാക്ക് ടു സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, നെക്സ്റ്റ് മോഡ് 1 പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് ആണ് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ.